എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്ക് പ്രനൗണിനെ കുറിച്ചൊരു കംപ്ലീറ്റ് പഠിക്കാം. എന്താണ് പ്രനൗണ്, ഏതൊക്കെ ടൈപ്പ് വരുന്നുണ്ട്, അതിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ് നമ്മൾ ക്ലിയർ ആയിട്ട് നോക്കുന്നുണ്ട്. വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം, നിങ്ങൾക്ക് പ്രനൗണിനെ കുറിച്ച് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവും. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. എന്താണ് പ്രനൗണ്? പ്രനൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നൗണിന് പകരമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. നൗണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതിന് പകരം യൂസ് ചെയ്യുന്ന വേർഡ്സിനെയാണ് നമ്മൾ പ്രനൗൺ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ അനു ഈസ് മൈ നൈബർ, അനു ഈസ് ഹെൽപ്ഫുൾ, അനു ഈസ് ഫ്രണ്ട്ലി, ഇങ്ങനെയൊക്കെ വീണ്ടും വീണ്ടും ഈ അനു എന്ന് പറയുന്നത് എന്താണ്, നൗൺ ആണല്ലേ. സോ നൗൺ എഗെയിൻ റിപ്പീറ്റ് ചെയ്യുന്നതിന് പകരം നമുക്ക് എങ്ങനെ പറയാം, അനു ഈസ് മൈ നൈബർ, ഷീ ഈസ് ഹെൽപ്ഫുൾ, ഷീ ഈസ് ഫ്രണ്ട്ലി. സോ ഇവിടെ ഷീ എന്ന് പറയുന്ന ഷീ ഇല്ലേ, അതാണ് ഇവിടെ പ്രനൗൺ ആയിട്ട് വന്നിട്ടുള്ളത്. സോ ഇതാണ് പ്രനൗൺ. ഇനി നമുക്ക് ഇതിന്റെ ടൈപ്സ് നോക്കാം. ഏതൊക്കെയാണ് ടൈപ്സ്? സബ്ജക്ട് പ്രനൗൺസ്, ഒബ്ജക്ട് പ്രനൗൺസ്, പൊസസീവ് പ്രനൗൺസ്, റിഫ്ലെക്സീവ് പ്രനൗൺസ്, ഡെമോൺസ്ട്രേറ്റീവ് പ്രനൗൺസ്, റിലേറ്റീവ് പ്രനൗൺസ് ആൻഡ് ഇൻട്രോഗേറ്റീവ് പ്രനൗൺസ്. ഇതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഓരോന്നും നോക്കാം. ഫസ്റ്റ് വൺ, സബ്ജക്ട് പ്രനൗൺ. സബ്ജക്ട് പ്രനൗൺ സെന്റൻസിന്റെ സബ്ജക്ട് പ്ലേസിലാണ് ഉണ്ടാവുക. ഏതൊക്കെയാണ് സബ്ജക്ട് പ്രനൗണ്? ഐ, ഞാൻ, യു, നീ, ദേ, അവർ, വി, ഞങ്ങൾ, ഹി, അവൻ, ഷീ, അവൾ, ഇറ്റ്, അത് or ഇത്. അങ്ങനെ. അതായത് ഞാൻ ക്ഷീണിച്ചു എന്ന് പറയാൻ നമുക്ക് എങ്ങനെ പറയാം? ഐ ആം ടയേർഡ്. ഇവിടെ നമ്മൾ ഐ എന്ന് പറഞ്ഞിട്ടുള്ള പ്രനൗണ് യൂസ് ചെയ്തു. അതുപോലെ നീ വീണ്ടും വൈകി, നീ വീണ്ടും വൈകി എന്ന് പറയാൻ യു ആർ ലേറ്റ് എഗെയിൻ. അവിടെ യു ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് സബ്ജക്ട് പൊസിഷനിൽ. അതുപോലെ ഹി വർക്ക്സ് വെരി ഹാർഡ്, അവൻ വളരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നു. ഷീ സ്പീക്സ് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ്ലി, അവൾ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്നു. ഇറ്റ് ഈസ് റെയിനിങ്, മഴ പെയ്യുന്നു. വി ആർ റെഡി, ഞങ്ങൾ തയ്യാറാണ്. ദേ ആർ മൈ ഫ്രണ്ട്സ്, അവരെൻ്റെ സുഹൃത്തുക്കളാണ്. ഇവിടെയൊക്കെ നമ്മൾ സബ്ജക്ട് പൊസിഷനിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഏതൊക്കെയാണ്? ഐ, യു, ദേ, വി, ഹി, ഷീറ്റ്, ഇതാണല്ലേ. സോ ഇതാണ് സബ്ജക്ട് പ്രനൗൺസ്. ഓക്കെ, നമുക്ക് ഒബ്ജക്ട് പ്രനൗൺസ് നോക്കാം. ഒബ്ജക്ട് പ്രനൗൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേർബിന്റെ ഒബ്ജക്റ്റ് ആയി വരുന്ന പ്രനൗൺസ്. സബ്ജക്ട് പ്രനൗണിൽ നമ്മൾ ഐ യൂസ് ചെയ്തു. അവിടെ ഒബ്ജക്ട് പ്രനൗണിന്റെ അവിടെ നമ്മൾ ഏതാ യൂസ് ചെയ്യുക? മീ ആണ് യൂസ് ചെയ്യുക. ഐ, ഞാൻ എന്നുള്ളത് എന്നെ. ഓക്കെ, അതായത് മീ. ഇനി യു എന്നുള്ളത് നമ്മൾ യു തന്നെയാണ് യൂസ് ചെയ്യുക. ഓക്കെ, സബ്ജക്ട് പ്രനൗണിലും യു ആണ്, ഒബ്ജക്ട് പ്രനൗണിലും യു തന്നെയാണ് യൂസ് ചെയ്യുക. അതായത് നീ, നിങ്ങളെ, അങ്ങനെയൊക്കെ അർത്ഥം വരും. ഹി, അവൻ എന്നുള്ളത് ഹിം ആവും, അവനെ. ഷീ എന്നുള്ളത് ഹർ ആവും, അവളെ. ഇറ്റ് എന്നുള്ളത് ഇറ്റ് തന്നെയാണ്, അതിനെ. ദെൻ വി, ഞങ്ങൾ എന്നുള്ളത് അസാവും. ഓക്കെ, ഞങ്ങളെ. ദേ എന്നുള്ളത് ദമ്മാവും, അവരെ. അവൾ എന്നെ വിളിച്ചു. ഇതെങ്ങനെ പറയാം? ഷീ കോൾഡ് മീ. സോ സബ്ജക്ട് പ്രനൗൺ ഏതാ വന്നിട്ടുള്ളത്? ഷീ. ആൻഡ് ഒബ്ജക്ട് പ്രനൗൺ ഏതാണ്? മീ, എന്നെ. അവൾ എന്നെ വിളിച്ചു. ഞങ്ങൾ ഇന്നലെ അവനെ കണ്ടു. അവനെ എന്ന് പറയാൻ ഹിം അല്ലേ. സോ വി മെറ്റ് ഹിം യെസ്റ്റർഡേ. എനിക്കത് ഇഷ്ടമാണ്. ഐ ലൈക്ക് ഇറ്റ്. ഞാൻ അവരെ വിശ്വസിക്കുന്നു. അവരെ എന്ന് പറയാൻ ദം. ഐ ട്രസ്റ്റ് ദം. ഓക്കെ, ഇതൊക്കെയാണ് ഒബ്ജക്ട് പ്രനൗൺ. ഓക്കെ, ഒബ്ജക്റ്റിന്റെ പ്ലേസിൽ വരുന്ന പ്രനൗൺസിനെയാണ്, വെർബ് കഴിഞ്ഞ് വരുന്ന പ്രനൗൺസിനെയാണ് നമ്മൾ ഒബ്ജക്ട് പ്രനൗൺസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, പൊസസീവ് പ്രനൗൺസ്. ഓണർഷിപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഉടമസ്ഥത കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് പൊസസീവ് പ്രനൗൺസ്. അതിൽ പൊസസീവ് അഡ്ജക്റ്റീവ്സും വരുന്നുണ്ട്, പൊസസീവ് പ്രനൗൺസും വരുന്നുണ്ട്. പൊസസീവ് അഡ്ജക്റ്റീവ്സ് ഏതൊക്കെയാണ്? അതായത് എൻ്റെ, നിന്റെ, അവൻ്റെ, അവളുടെ, അതിൻ്റെ, ഞങ്ങളുടെ, അവരുടെ, ഇങ്ങനെയൊക്കെ വരുന്നതാണ്. ഇത് എൻ്റെ ഫോണാണ്, എൻ്റെ അല്ലേ, അതായത് മൈ. ഓക്കെ, ദിസ് ഈസ് മൈ ഫോൺ. അത് അവളുടെ ബാഗാണ്, അവളുടെ പറയാൻ ഹെർ, ദാറ്റ് ഈസ് ഹെർ ബാഗ്. ഇത് നിന്റെ സീറ്റാണോ? നിന്റെ പറയാൻ യുവർ. ഈസ് ദിസ് യുവർ സീറ്റ്? അവൻ്റെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു. അവൻ്റെ എന്ന് പറയാൻ ഹിസ്. ഹി ലോസ്റ്റ് ഹിസ് കോൺഫിഡൻസ്. ഞങ്ങളുടെ ജോലി പൂർത്തിയാക്കി. ഞങ്ങളുടെ പറയാൻ അവർ. വി കംപ്ലീറ്റഡ് അവർ വർക്ക്. അവരുടെ പ്ലാൻ മാറ്റി. അവരുടെ പറയാൻ their. They changed their plan. പൊസസീവ് അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ അവളുടെ, അവൻ്റെ, നിന്റെ, എൻ്റെ, അങ്ങനെയൊക്കെ അല്ലേ. പക്ഷെ പൊസസീവ് പ്രനൗൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റേത്, നിന്റേത്, അവളുടേത്, അവൻ്റേത്, അവരുടേത്, അങ്ങനെ പറയാനാണ് പൊസസീവ് പ്രനൗൺസ്. ഇത് എൻ്റെ ഫോണാണെന്ന് പറയാൻ
എങ്ങനെയാണ്? ദിസ് ഇസ് മൈ ഫോൺ, എൻ്റെ. ഈ ഫോൺ എൻ്റേതാണെന്ന് പറയാൻ ദിസ് ഫോൺ ഇസ് മൈൻ. ഓക്കെ, മൈൻ, എൻ്റേത്. ആ വീട് അവരുടേതാണ്. അവരുടേതാണെന്ന് പറയാൻ theirs. That house is theirs. തെറ്റ് അവൻ്റേതാണ്. അവൻ്റേതാണ് പറയാൻ his. The fault is his. സോ എൻ്റേതെന്ന് പറയാൻ മൈൻ, നിൻ്റേതെന്ന് പറയാൻ yours, അവൻ്റേതെന്ന് പറയാൻ his, അവളുടേതെന്ന് പറയാൻ hers, ഞങ്ങളുടേത് ours, അവരുടേത് theirs. ഓക്കെ, ഇത് കുറച്ച് കൺഫ്യൂഷൻ ഉള്ളൊരു സംഭവമാണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നെക്സ്റ്റ്, റിഫ്ലെക്സീവ് പ്രൊനൗൺസ്. അതായത് സബ്ജക്റ്റ് തന്നെ ആക്ഷൻ ചെയ്യുമ്പോഴാണ് നമ്മൾ റിഫ്ലെക്സീവ് പ്രൊനൗൺസ് എന്ന് പറയുന്നത്. അതായത് ഞാൻ എനിക്ക് തന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചു. എനിക്ക് തന്നെ എന്ന് പറയാൻ മൈസെൽഫ്. ഓക്കെ, ഐ ടോട്ട് മൈസെൽഫ് ഇംഗ്ലീഷ്. നീ നിന്നെ തന്നെ സൂക്ഷിക്കണം. നിന്നെ തന്നെ പറയാൻ യുവർ സെൽഫ്. ഓക്കെ, ബി കെയർഫുൾ യുവർ സെൽഫ്. അവൾ അവളെ തന്നെ കുറ്റപ്പെടുത്തി പറയാൻ അവളെ തന്നെ എന്ന് പറയാൻ ഹെർസെൽഫ്. ഷീ ബ്ലെയിംഡ് ഹെർസെൽഫ്. അവൻ അവനെ തന്നെ പരിചയപ്പെടുത്തി. അവനെ തന്നെ പറയാൻ ഹിംസെൽഫ്. ഹി ഇൻട്രൊഡ്യൂസ്ഡ് ഹിംസെൽഫ്. യന്ത്രം അത് തന്നെ നിർത്തി. അത് തന്നെ എന്ന് പറയാൻ ഇറ്റ്സെൽഫ്. ദ മെഷീൻ സ്റ്റോപ്പ്ഡ് ഇറ്റ്സെൽഫ്. ഞാൻ എനിക്ക് തന്നെ പറയാൻ മൈസെൽഫ്. നീ നിന്നെ തന്നെ പറയാൻ യുവർ സെൽഫ്. അവൻ അവനെ തന്നെ ഹിംസെൽഫ്. അവൾ അവളെ തന്നെ ഹെർസെൽഫ്. അത് അതിനെ തന്നെ ഇറ്റ്സെൽഫ്. ഞങ്ങൾ ഞങ്ങളെ തന്നെ അവർ സെൽഫ്സ്. അവർ അവരെ തന്നെ themselves. ഓക്കെ, നെക്സ്റ്റ്, ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസ്. ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രൊനൗൺസ് ആണ് ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസ്. അതായത് അത്, ഇത്, അവ, ഇവ അങ്ങനെയൊക്കെ പറയില്ലേ. ദിസ്, ഇത്, ദാറ്റ്, അത്, ദോസ്, അവ, ദീസ്, ഇവ. ഇത് വളരെ എളുപ്പമാണ്. ഇത് ദിസ്. ദിസ് ഈസ് വെരി ഈസി. അത് അത്ഭുതകരമായിരുന്നു, അല്ലെങ്കിൽ അത് അടിപൊളിയായിരുന്നു, അങ്ങനെ പറയാൻ ദാറ്റ് വാസ് അമേസിങ്. അത് എന്ന് പറയാൻ ദാറ്റ്. ഇതൊക്കെ എൻ്റെ പുസ്തകങ്ങളാണ്. ഇതൊക്കെയെന്ന് പറയാൻ, അല്ലെങ്കിൽ ഇവ എന്നൊക്കെ പറയാൻ ദീസ് ആർ മൈ ബുക്സ്. അതൊക്കെ അല്ലെങ്കിൽ അവയൊക്കെ നിന്റെ പ്രശ്നങ്ങളാണ്, എൻ്റെ അല്ല. അവയൊക്കെ അല്ലെങ്കിൽ അതൊക്കെ എന്നൊക്കെ പറയാൻ ദോസ് ആർ യുവർ പ്രോബ്ലംസ്, നോട്ട് മൈൻ. നെക്സ്റ്റ്, റിലേറ്റീവ് പ്രൊനൗൺസ്. റിലേറ്റീവ് പ്രൊനൗൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൗണിനെ കുറിച്ചിട്ടൊരു എക്സ്ട്രാ ഇൻഫോർമേഷൻ നമുക്ക് തരും. ആരെന്ന് പറയാൻ ഹു, ഏത് വിച്ച്, അത് ദാറ്റ്, ആരുടേത് ഹൂസ്. ഓക്കെ, ഇപ്പം മനസ്സിലായിട്ടുണ്ടാവില്ല. എക്സാമ്പിൾ വരുമ്പോൾ ഒന്നും കൂടി മനസ്സിലാവും. എൻ്റെ ജീവിതം മാറ്റിയ പുസ്തകമാണിത് അങ്ങനെ പറയാൻ ആ ബുക്കിനെ കുറിച്ചിട്ട് എക്സ്ട്രാ ഇൻഫോർമേഷൻ കൊടുക്കാനില്ല. എൻ്റെ ജീവിതം മാറ്റിമറിച്ച് അത്ര അതിന് പവർഫുൾ ആണ്. സോ അങ്ങനെ പറയാൻ ദിസ് ഈസ് എ ബുക്ക് വിച്ച് ചേഞ്ച്ഡ് മൈ ലൈഫ്. ഓക്കെ, എൻ്റെ ജീവിതം മാറ്റിമറിച്ച ബുക്ക് ഇതാണ്. ഏത്, അതായത് വിച്ച്, ഏത്, ഈ ബുക്ക്, ദിസ് ബുക്ക്. ഓക്കെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഇതാണ്. ദിസ് ഈസ് ദ മൂവി ദാറ്റ് ഐ ലൈക്ക് മോസ്റ്റ്. എന്നെ പ്രചോദിപ്പിക്കുന്ന ടീച്ചറാണ് അവൾ. ഷീ ഈസ് ദ ടീച്ചർ ഹു ഇൻസ്പയേഴ്സ് മീ. അപ്പൊ ഇതുപോലെ ഹു, ദാറ്റ്, ഇതൊക്കെയാണ് റിലേറ്റീവ് പ്രൊനൗൺസ്. ലാസ്റ്റ് വൺ, ഇന്ററഗേറ്റീവ് പ്രൊനൗൺസ്. ഇത് പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ചോദ്യം ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രൊനൗൺസ്. അതായത് ആര്, ഹു, ഏത്, വിച്ച്, എന്ത്, വാട്ട്, ആരുടേത്, ഹൂസ്, ആര്, ഹു, നീ ആര്, ഹു ആർ യു, ഹു. ഓക്കെ, നിനക്ക് എന്ത് വേണം, വാട്ട് ഡു യു വാണ്ട്. വാട്ട് എന്നുള്ളതാണ് ഇവിടെ ഇന്ററഗേറ്റീവ് പ്രൊനൗൺ. ഇത് ആരുടെ ബാഗാണ്, ഹൂസ് ബാഗ് ഈസ് ദിസ്, ഹൂസ് എന്നുള്ളതാണ് ഇന്ററഗേറ്റീവ് പ്രൊനൗൺ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് പ്രൊനൗണിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ് വീഡിയോ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.